ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പമാണ്. അതിന് നമുക്ക് ആവശ്യമായത് മുട്ട, പഞ്ചസാര, അരിപ്പൊടി, തേങ്ങാപ്പാൽ, ആവശ്യാനുസരണമുള്ള എള്ള്. ആദ്യം ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുക. നിങ്ങൾക്ക് മധുരം എന്തോരം ആവശ്യമാണോ അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ഒരു വിസ്കോ മറ്റോ വെച്ച് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര മാക്സിമം അലിഞ്ഞു ചേരണം. അതിനുശേഷം ഇതിലേക്ക് ബാച്ചായി അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ 6 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മുട്ടയും പഞ്ചസാരയുമായിട്ടുള്ള മിക്സിൽ അരിപ്പൊടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് ഇനി ആവശ്യാനുസരണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞങ്ങളിവിടെ ഏകദേശം ഒരു 1.5 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി അധികം കട്ടിയാവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഓരോ അരിപ്പൊടിയുടെ പാകത്തിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് ഈ ഒരു അളവിലാക്കി എടുക്കുക. ഈ കാണുന്ന ഒരു പരുവത്തിന് വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മിക്സ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് അച്ചപ്പം വറക്കാൻ പാകമായിട്ടുള്ള എണ്ണ അത്രയും ചേർത്ത് കൊടുക്കാം. തീ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം സെറ്റ് ചെയ്യാൻ. ഇനി അച്ചപ്പം ഉണ്ടാക്കുന്ന അച്ച് ഇതിൽ നല്ലപോലെ താന്നു കിടക്കുന്ന പരുവത്തിൽ മുക്കി വെക്കുക. നന്നായി ചൂടായ അച്ചപ്പത്തിന്റെ അച്ച് വേണം നമുക്ക് മാവിലേക്ക് മുക്കാൻ. അച്ച് നല്ലപോലെ ചൂടായി ഇരുന്നാൽ മാത്രമേ മാവ് ഈ അച്ചിലേക്ക് പിടിക്കുകയുള്ളൂ. ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം അതൊക്കെ ഈ കാണുന്നത് പോലെ തട്ടി അച്ചിൽ നിന്ന് ആ മാവ് വിരിയിച്ചു മാറ്റണം. ഇനി മറിച്ചും തിരിച്ചുമിട്ട് അച്ചപ്പം പാകത്തിന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. മാവിലേക്ക് മുക്കുന്ന അച്ച് നല്ല ചൂടായിരിക്കണം എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അച്ച് മാവിലേക്ക് മുക്കുന്നതായി മാവ് എപ്പോഴും അടി കൂട്ടിയൊന്ന് ഇളക്കുന്നതും നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അർക്കിൻ വ്യൂ.